ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഞാൻ ഇന്ന് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബട്ടർഫ്ലൈയാ. നന്നായിട്ടില്ലേ? കൊള്ളാം, സംഗതി നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ചിറകിനൊത്ത് തലയ്ക്കൊരു വലിപ്പം പോരാ. അതെയോ? ഒന്ന് റെഡിയാക്കിയാൽ നല്ലതായിരിക്കും. ഇച്ചിരി വലിപ്പം. കൊമ്പ് ചെറുതാക്കണോ? കുറച്ച് ചെറുതാക്കാം. പിന്നില്ല, ഈ പൂമ്പാറ്റയുടെ ബോഡി ചെറുതല്ലേ, പക്ഷെ ചിറകാണെ ഒത്തിരി വലുത്. അതെയോ? നിങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല ഇത്? അതെയോ? ഞാൻ ഇനിയും നന്നാക്കാനുണ്ടല്ലേ? അല്ലെങ്കിൽ ഞാനും അത് പറയണമെന്ന് വിചാരിച്ചു. ചിറക് ഒത്തിരി അങ്ങ് വലുതായിപ്പോയി. ഓ ഓ, ഞാൻ നന്നായിട്ട് ചെയ്തതാണ്. ഞാൻ നന്നായിട്ട് ഇനിയും നന്നായിട്ട് ചെയ്യാമല്ലോ. കളറിങ്ങും കുറച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ നന്നായിട്ടില്ലേ? ഇത് കണ്ടോ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ച ബട്ടർഫ്ലൈ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ അതിൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പൊ ഇത് കണ്ടാൽ ബട്ടർഫ്ലൈയെ പോലെ പോലും ഇല്ല. ഞാൻ ചെയ്തതായിരുന്നു കറക്റ്റ്. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ പോയാ ഇങ്ങനെയാണ്. സ്വന്തമായുള്ള രൂപത്തിൽ നിന്നും ഗുണത്തിൽ നിന്നും ഉപയോഗിക്കുന്നവരുടെ മനോധർമ്മം അനുസരിച്ച് പല അവസ്ഥയിലേക്കും തള്ളപ്പെടുന്ന ഈ ക്ലേ പോലെയാണ് നമ്മൾ പലരും. സ്വയം എന്താണെന്നോ നമ്മുടെ കഴിവുകളോ താല്പര്യങ്ങളും സ്വപ്നങ്ങളും എന്നിവയെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ മറ്റു പലരുടെയും കയ്യിലെ കുഴച്ച മാവുകളായി നമ്മൾ മാറുകയാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ കളിപ്പാവയാകുന്നത് ഒരിക്കലും നല്ലതല്ല. അവർക്കെതിരെ സംസാരിക്കണമെങ്കിലും നമ്മൾക്ക് കുറച്ച് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിച്ചിട്ട് ആൻസൈറ്റിയും ഡിപ്രഷനും നെഗറ്റീവ് തോട്ട്സും ഒക്കെ അടിക്കടി വന്ന് അതൊരു മാനസിക പ്രശ്നമായി മാറിപ്പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ജീവിതം തന്നെ കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകും. നോ പറയേണ്ടിടത്ത് നോ പറയാനും സ്വന്തം സന്തോഷത്തിനും വൈകാരിക സ്ഥിരതയ്ക്കും വേണ്ടി അതിർവരമ്പുകൾ സൃഷ്ടിക്കാനും ഓരോരുത്തർക്കും കഴിയണം. സെറ്റ് യുവർ ബൗണ്ടറീസ്. അറിയാം, അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയോ അവർ പറയുന്നതോ കേട്ടോ ജീവിച്ചാണല്ലോ നമ്മൾക്കെല്ലാവർക്കും ശീലം. പക്ഷേ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ കൂടെ നടക്കാൻ. സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. സോ കണക്ട് വിത്ത് us.